ഓൾ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ചാപ്റ്ററാണ്. അതിലെന്താണ് ഷെയർസ്, എന്താണ് സ്റ്റോക്സ്, ഷെയർസും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്യാപിറ്റലാണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ പറയുന്നത് എന്താണ്? ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, രജിസ്റ്റേർഡ്, ഓതറൈസ്ഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ. ഓരോ കമ്പനിയുടെയും മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകണം. അത്തരം ക്യാപിറ്റലിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. പബ്ലിക് സബ്സ്ക്രിപ്ഷൻ വഴി ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റലാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പനിയുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ആ ക്യാപിറ്റൽ, ആ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് മാക്സിമം പബ്ലിക്കിൽ നിന്ന് അത്ര എമൗണ്ട് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മെമ്മോറാൻഡത്തിൽ നിന്ന് സ്റ്റേറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 208 പ്രകാരം ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓർ നോമിനൽ ക്യാപിറ്റൽ മീൻസ് such capital as is authorized by the memorandum of company to be the maximum amount of share capital of the company. സെക്ഷൻ 208 പ്രകാരം നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെമ്മോറാൻഡം ഓഫ് കമ്പനിയുടെ മാക്സിമം ഷെയർ ക്യാപിറ്റലായി അംഗീകരിച്ചിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. കമ്പനി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്യണമെന്നില്ല. അപ്പോൾ അഡീഷണൽ ഫണ്ടിൻ്റെ നീഡ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പർപ്പസൊക്കെ വരുമ്പോഴാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുള്ളൂ. അതിനാൽ ഇഷ്യൂഡ് ക്യാപിറ്റലിനെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഷെയറുകളുടെ രൂപത്തിൽ സബ്സ്ക്രിപ്ഷനായിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു സെക്ഷൻ 250 പ്രകാരം issued capital means such capital as the company issues from time to time for subscription. സെക്ഷൻ 215 പ്രകാരം സബ്സ്ക്രൈബ്ഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനി ടൈം ടു ടൈമായി സബ്സ്ക്രിപ്ഷനായി നൽകുന്ന ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനി 1,00,000 ഷെയർസ് വിറ്റു. അതിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 per ഷെയർ ആണ്. അപ്പോൾ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എത്രയായിരിക്കും? 1 lakh തന്നെയായിരിക്കും. 1 lakh ഇൻറ്റു 1 per ഷെയർ ആണല്ലോ. അപ്പോൾ 1 lakh ഇൻറ്റു 1 lakh തന്നെയായിരിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. പബ്ലിക്കിൽ നിന്ന് അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി പാസ്സാക്കിയ റെസൊല്യൂഷൻ പ്രകാരം സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 286 പ്രകാരം സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ മീൻസ് സച്ച് പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ which is for the time being subscribed by the members of the company. സെക്ഷൻ 286 പ്രകാരം സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മെമ്പേഴ്സ് ഒരു ടൈം ബീയിങ്ങിൽ എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ സച്ച് പാർട്ടിനെ നമുക്ക് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എല്ലാം തന്നെ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. ഇറ്റ് മേ ബി ഓവർ സബ്സ്ക്രിപ്ഷൻ ആവാം, അല്ലെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആവാം. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്തതിനേക്കാൾ കുറവാണ് സബ്സ്ക്രിപ്ഷൻ എങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നും, കൂടുതലാണെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നും പറയുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഒരു സബ്സ്ക്രൈബിലുള്ളതിൽ നിന്ന് എല്ലാം തന്നെ കോൾ ചെയ്യണമെന്നില്ല. കമ്പനിക്ക് ആവശ്യമുള്ളത് മാത്രമേ കമ്പനി കോൾ ചെയ്യുള്ളൂ. കമ്പനി കോൾ ചെയ്യുന്ന ആ എമൗണ്ടാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പനി കോൾ ചെയ്യാത്ത ക്യാപിറ്റലിനെയാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 250 പ്രകാരം കോൾഡ് അപ്പ് ക്യാപിറ്റൽ മീൻസ് സച്ച് പാർട്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ കോൾഡ് ഫോർ പേയ്മെൻറ്റ്. പേയ്മെൻറ്റിനായിട്ട് കോൾ ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ സച്ച് പാർട്ടിനെ നമുക്ക് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. കമ്പനി കോൾ മണി പബ്ലിക് നീഡ് ടു പേ. കമ്പനി കോൾ മണി പബ്ലിക്ക് പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ക്യാഷ് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ
According to section 2064 പ്രകാരം paid up share capital or share capital paid up means such aggregate amount of money credited as paid up as is equivalent to the amount received as paid up in respect of shares issued and also included any amount credited as paid up in the respect of shares of the company but does not include any other amount. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 2064 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്ത ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ എമൗണ്ടിന് ഈക്വലായിട്ട് പേ ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് കൂടാതെ കമ്പനിയുടെ ഷെയറുകളുമായിട്ട് ബന്ധപ്പെട്ട ക്രെഡിറ്റ് ചെയ്ത എമൗണ്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്നാൽ അത്തരം ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ച മറ്റ് എമൗണ്ടുകളൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്യത്തുമില്ല. അതാണ് ഇതിൽ പറയുന്നത്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൽ പറയുന്നത്. ലാസ്റ്റ് പോയിൻ്റാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ക്യാപിറ്റലിന് ഒരു റിസർവ് ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. ആ ക്യാപിറ്റൽ വൈൻഡിങ് അപ്പ് ടൈമിൽ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുന്ന ടൈമിലൊക്കെയാണ് റിസർവ് ക്യാപിറ്റൽ റേസ് ചെയ്യുള്ളൂ. റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പബ്ലിക് മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി പാസാക്കിയ സ്പെഷ്യൽ റെസൊല്യൂഷൻ പ്രകാരം ക്രിയേറ്റ് ആയ ഒന്നാണ് ഈ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്ര നേരം നോക്കിയത് ടൈപ്സ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? രജിസ്റ്റേർഡ്, ഓതറൈസ്ഡ് ഓർ നോമിനേറ്റ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കി, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.